പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ കീഴിൽ ഇന്ത്യ ഒരു കൾച്ചറൽ പവറായിട്ട് കൂടി ആഗോളതലത്തിൽ വളരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാൻ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ചാനലിൽ പങ്കുവച്ച ഒരു വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. യോഗേശ്വരായ മഹാദേവായ ത്രയംബകായ ത്രിപുരാന്തകായ. അതായത് ഈ പെൺകുട്ടി ജർമ്മൻകാരിയാണ്. ഇവർ 12ഓളം ഇന്ത്യൻ ഭാഷകളിൽ ഇവർക്ക് ഇതുപോലെ പാട്ടുകൾ പാടാനും അല്ലെങ്കിൽ അത്യാവശ്യം സംസാരിക്കാനും ഒക്കെ കഴിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പെൺകുട്ടിയുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് മൻ കി ബാത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ പേര് കാസ്മി എന്നാണ്. കാസ്മി എന്ന് പറയുന്ന ഈ പെൺകുട്ടി ജന്മന അന്ധയായിട്ടുള്ള പെൺകുട്ടിയാണ്. പക്ഷേ വളരെ മനോഹരമായിട്ട് പാടാനുള്ള കഴിവുണ്ട്. 12ഓളം ഇന്ത്യൻ ഭാഷകളിൽ ഈ പെൺകുട്ടിക്ക് പാട്ട് പാടാനായിട്ട് സാധിക്കും. ഇന്ത്യൻ ട്രഡീഷനെയും ഇന്ത്യൻ കൾച്ചറിനെയും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ജർമ്മൻ വംശജയാണ് ഈ പെൺകുട്ടി. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്ത്യൻ കൾച്ചറിന് വലിയ സ്വീകാര്യത ലോകമൊട്ടാകെ കിട്ടുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ നരേന്ദ്രമോദിയെ ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ ഇന്റർവ്യൂ ചെയ്ത നമ്മുടെ ലെക്സ് ഫ്രിഡ്മാൻ, അദ്ദേഹത്തിന്റെ നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹം സ്വയം ഗായത്രി മന്ത്രം പഠിച്ചിട്ട് വന്നിട്ട് അത് അദ്ദേഹം പാടുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് കേൾക്കാം. ലോകമൊട്ടാകെ സ്വാധീനം ചെലുത്താൻ വേണ്ടി ഒരു കാലത്ത് ചൈന അവരുടെ കൾച്ചറിനെയും അവരുടെ സിൽക്ക് റൂട്ടിനെയും അവരുടെ പാരമ്പര്യത്തെയും ഒക്കെ വളരെയധികം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവർ തുടരുന്നുണ്ട്. എന്നാൽ പതിറ്റാണ്ടുകൾ കൊണ്ട് ചൈന ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഏതാനും വർഷങ്ങൾ കൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലോകത്തൊട്ടാകെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്ററാണ്. ഇദ്ദേഹം ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കുന്നതാണ്. ഇന്ത്യയിൽ വന്ന സമയത്തും ഇന്ത്യൻ കൾച്ചറിനോടുള്ള തന്റെ അടങ്ങാത്ത ഒരു താല്പര്യത്തെ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ രൂപം കൊണ്ടിട്ടുള്ള എല്ലാത്തിനെയും ചേർത്ത് തന്നെയാണ് പറയുന്നത്. അതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു മതത്തിന്റെ ചട്ടക്കൂടൊന്നും നൽകേണ്ട ആവശ്യവുമില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തെയും കൂട്ടി നേരെ പോയത് ഗുരുദ്വാരയിലേക്കാണ്. സിഖ് ഗുരുദ്വാരയിൽ നരേന്ദ്രമോദി സിഖ് മത ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ് ഈ സിഖ് കസ്റ്റംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിഖ് വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ തന്നെയാണ് അത് രൂപം കൊണ്ടിട്ടുള്ളത്. ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗം തന്നെയാണ് ഇതും. അതുപോലെ തന്നെ നമ്മുടെ USA ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് നമ്മുടെ തുളസി ഗബ്ബാർഡ് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുക്കാൻ കൊണ്ടുവന്നത് രുദ്രാക്ഷമാണ്. പകരം അവർക്ക് നരേന്ദ്രമോദി നൽകിയത് ഒരു കുംഭത്തിൽ ഗംഗാജലമാണ്. കുംഭമേളയിൽ നിന്നുള്ള ഗംഗാജലമാണ്, പരിശുദ്ധമായ ജലമാണ്. പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ മറ്റേ മലിനമായ ജലമല്ല, ശുദ്ധമായ ജലം തന്നെയാണ് എന്തായാലും കൊടുത്തത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ ട്രഡീഷനെ, ഇന്ത്യൻ കൾച്ചറിനെ രാജ്യാന്തര തലത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. മറ്റൊരു ലളിതമായ ഉദാഹരണം എടുത്താൽ മതി. നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് യോഗ എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് കുറച്ചുപേര് മാത്രം പ്രാക്ടീസ് ചെയ്തിരുന്ന ഒന്നാണ്. ഇന്ത്യക്ക് പുറത്ത് ഇവിടെ ഉള്ള സന്യാസിമാരുടെയോ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെയോ ഒക്കെ ട്രെയിനിങ്ങിലൂടെയും പരിശ്രമത്തിലൂടെയും ഒക്കെ ഇന്ത്യക്ക് പുറത്തും കുറെ ആളുകൾ ഇത് ഫോളോ ചെയ്തിരുന്നു. പക്ഷെ ഇതിനൊരു ആഗോള തലത്തിൽ ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് യോഗ എന്ന നമ്മുടെ പരമ്പരാഗതമായ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഒന്നിനെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചതും ഒരു യോഗാ ദിനം തന്നെ ലോകമൊട്ടാകെ ആചരിക്കുന്ന നിലയിലേക്ക് കൊണ്ടുവരുന്നതും. അത്തരത്തിൽ ഇന്ത്യയിലേക്ക് ഏതൊക്കെ വിദേശ നേതാക്കൾ വരുന്നോ അവരെയൊക്കെ തന്നെ ഇന്ത്യൻ സംസ്കാരത്തിന്റെയും കൾച്ചറിന്റെയും ഭാഗമാക്കി മാറ്റുക എന്നത് നരേന്ദ്രമോദിയുടെ ഒരു പൊതുവെ ശൈലിയാണ്. മാത്രമല്ല, ബ്രിക്സ് രാജ്യങ്ങളുടെ തലവന്മാർ ഒന്നിച്ചു കൂടിയ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുള്ളിയുടെ അതേ വേഷം അവരെയും ധരിപ്പിച്ച് നിർത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവിടെ നമ്മുടെ ഷി ജിൻപിങ് അല്ലെങ്കിൽ വ്ളാഡിമിർ പുടിൻ ഒക്കെ നരേന്ദ്രമോദി ശൈലി, അദ്ദേഹം പൊതുവെ ധരിക്കുന്ന അദ്ദേഹത്തിന്റെ അതേ മോഡലിലുള്ള ഡ്രസ്സ്, ഇന്ത്യൻ ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ച് നിൽക്കുന്ന ചിത്രമാണിത്. ഇതിന് പുറമെ നമ്മൾ G20 നടത്തിയ സമയത്ത് നമ്മുടെ വേദിയിൽ മുഴുവൻ ഇന്ത്യയുടെ സംസ്കാരവും ചരിത്രവും പ്രതിഫലിച്ച് നിൽക്കുന്ന ചിത്രങ്ങളും മോഡലുകളുമാണ് നമ്മൾ പ്രദർശിപ്പിച്ചത്. ഒപ്പം മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിക്കാൻ വേണ്ടി ലോക നേതാക്കളെല്ലാം വന്നപ്പോൾ എല്ലാവരുടെയും കഴുത്തിൽ ഒരു ഷാള് കാണാം, ഇന്ത്യൻ ട്രഡീഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഷോള്. അവിടെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട്, ചെരുപ്പ് ഊരിയിടുക എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഊരിയിട്ടിട്ട് ലോക നേതാക്കൾ വരുന്നുണ്ട്. അതിൽ നമ്മുടെ ബൈഡൻ മാത്രം അദ്ദേഹത്തിന് കൂട്ടത്തിൽ പ്രായമുള്ള മനുഷ്യനാണ്.
അതുകൊണ്ട് അദ്ദേഹം മാത്രം സോക്സ് പോലത്തെ എന്തോ ഒന്ന് കാലിൽ ധരിച്ചിട്ടുണ്ട്. ബാക്കി മെജോറിറ്റി ആളുകളും ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ആ ഒരു മഹാത്മാഗാന്ധിക്ക് ആദരവ് അർപ്പിക്കാനായിട്ട് എത്തുന്നത്. കൂടാതെ നമ്മുടെ ട്രംപ് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇന്ത്യൻ ട്രഡീഷൻ, അത് ഇന്ത്യക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. പക്ഷെ നരേന്ദ്രമോദി ഇന്ത്യൻ കൾച്ചറിന് ഒരു പ്രയോറിറ്റി എപ്പോഴും കൊടുക്കും. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ എല്ലായിടത്തും ഒരു ഇന്ത്യൻ ടച്ച്, നമ്മൾ ആ ഒരു ഇന്ത്യൻ സംസ്കാരം ഒന്ന് പ്രതിഫലിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. നരേന്ദ്രമോദിയുടെ വലിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ത്യക്ക് ഈ സാംസ്കാരികമായിട്ട് നമ്മുടെ കൾച്ചറിന് ലോകത്തൊട്ടാകെ ഒരു സ്വീകാര്യത ഇന്ന് കൈവരുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.